എന്നെ ദൈവം അയച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് 10 കൊല്ലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി തന്നെ നിയോഗിച്ചിരിക്കുന്നത് ദൈവമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചായക്കടക്കാരനിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ഒരു നേതാവ് ഒരു കാരണവശാലും ഇത്തരത്തിൽ ദൈവത്തിന്റെ പ്രതീതിയാണ് താൻ എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ട ഏറ്റവും വലിയ ഫലിതമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്നെ ദൈവം അയച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവതുല്യനാണ് അല്ലെങ്കിൽ താൻ ദൈവമാണ് എന്ന് അദ്ദേഹം പറയാത്തത് ഭാഗ്യമെന്ന് വേണം കരുതാൻ. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് 10 കൊല്ലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി തന്നെ നിയോഗിച്ചിരിക്കുന്നത് ദൈവമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പ്രധാനമന്ത്രിയും BJPയും അവർ നേതൃത്വം നൽകുന്ന NDAയും തന്നെ തീരുമാനിക്കേണ്ടതാണ്. മോദി പറയുന്നത് അമ്മ ജീവിച്ചിരുന്ന കാലത്ത് തനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല, പക്ഷേ അമ്മയുടെ മരണശേഷം ദൈവം ആണ് തന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് താൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നും തൻ്റെ ശരീരത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തിയല്ല, ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്, താൻ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് താൻ ജനങ്ങളെ സമീപിക്കുന്നത് എന്ന് ഒരു സ്ഥാനാർത്ഥി. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി ആയാലും അദ്ദേഹം കാവൽ പ്രധാനമന്ത്രിയാണ്, വാരണാസിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഓരോ സ്ഥാനാർത്ഥിയും ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ വോട്ട് ചോദിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു സമീപനമാണ്. കാരണം ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ താൻ ദൈവതുല്യനാണെന്നും താൻ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്നും ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിക്കുന്നത് തീർച്ചയായും നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമായ ഒരു കാര്യമല്ല. കാരണം ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരിൽ നിന്ന് താൻ വ്യത്യസ്തനാണെന്നും തനിക്ക് മറ്റു നേതാക്കൾക്കില്ലാത്ത അസാമാന്യമായ ദൈവീകമായ ശക്തികൾ ഉണ്ടെന്നും തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സമീപനം ഒരു ജനകീയ നേതാവ്, ചായക്കടക്കാരനിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ഒരു നേതാവ് ഒരു കാരണവശാലും ഇത്തരത്തിൽ ദൈവത്തിന്റെ പ്രതീതിയാണ് താൻ എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല.